അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നിരവധി ആരോപണങ്ങൾക്ക് വിധേയനായ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പാളിനെതിരെ അന്വേഷണം വേണമെന്ന് ഡോക്ടർമാർ ഒന്നടങ്കം ആരോപിച്ചിരുന്നു. സന്ദീപ് ഘോഷിനെ ഇപ്പോൾ CBI സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഡൽഹിയിലെ CBI ആസ്ഥാനത്തേക്ക് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. രണ്ട് കാര്യങ്ങളാണ് CBI പരിഗണിക്കുന്നത്. ഒന്ന്, ബലാത്സംഗ കൊലപാതകത്തിന് പിന്നിൽ എത്ര പേരുണ്ട്, അവർ ആരൊക്കെ. രണ്ടാമത്തേത്, കൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യം എന്ത്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് CBI സംഘം തേടുന്നത്. കസ്റ്റഡിയിലുള്ള സഞ്ജയറുടെ ഫോൺ വിവരങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു. ആശുപത്രി പരിസരത്തെ സംബന്ധിച്ച് ഗുരുതര ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് യുവതിക്ക് ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യവും അന്വേഷണ സംഘം തേടുന്നത്. സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന ആശുപത്രി ആക്രമണ കേസിൽ ഇതുവരെ 19 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. ഇപ്പോഴത്തെ കൽക്കത്ത ഹൈക്കോടതി ഈ ആക്രമണ കേസും CBIക്ക് വിട്ടിരിക്കുകയാണ്. ആക്രമണത്തിൽ തൃണമൂൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കൽക്കത്ത ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. ആശുപത്രി അടച്ചുപൂട്ടുമെന്നും മുന്നറിയിപ്പ് നൽകി. അതേസമയം ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം തുടരും. आपको खुद भी पता है वीडियोस और फोटोज इरप्ट हो रही है जिसमें जितना भी एविडेंस है वो डिस्ट्रॉय किया जा रहा है. तो एज डॉक्टर्स हमारी सिर्फ एक ही गुहार है कि प्लीज जस्टिस प्रोवाइड की जाए. हमारी डिमांड है सबसे बड़ी कि अगर कोई महिला अपने कार्यस्थल पर सुरक्षित नहीं है तो वो कहाँ सुरक्षित है. CBI അന്വേഷണത്തിൽ പ്രതീക്ഷയെന്ന് വ്യക്തമാക്കിയ യുവതിയുടെ കുടുംബം സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം നിരസിച്ചു. അത് മകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും വേണ്ടത് നീതിയാണെന്നും ഡോക്ടറുടെ അച്ഛൻ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.